സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നൊരു നെക്സ്റ്റ് കേസ് സ്റ്റഡി പോർഷനാണ് ഈ ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് തിങ്കിങ്. അതായത് നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിൽ വരുന്നൊരു സ്ട്രാറ്റജിയാണ് ഈ ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് തിങ്കിങ്. സോ ഈ തിങ്കിങ് വെച്ച് നമുക്കൊരു ആപ്റ്റായിട്ടുള്ളൊരു ഡിസൈൻ എങ്ങനെ സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ ഒരു മാക്സിമം മോർ ദാൻ 2 മോഡൽസ് നമ്മൾ, അതായത് സാമ്പിൾസ് നമ്മുടെ ഡിസൈൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സ്യൂട്ടബിൾ മോഡൽ സെലക്ട് ചെയ്യാൻ നമുക്ക് ഈ ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് തിങ്കിങ് നമുക്ക് യൂസ് ചെയ്യാം. സോ അവിടെ വരുന്നൊരു കേസ് സ്റ്റഡി, ആ പോർഷനിൽ വരുന്നൊരു കേസ് സ്റ്റഡിയാണിത്. Question is, construct a number of possible designs and then refine them to narrow down to the best design for a drug trolley used in hospital. Show how the divergent convergent thinking help in the process. Provide your rationale for each step by using hand sketches only. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പർ ഓഫ് പോസിബിൾ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു ഡ്രഗ് ട്രോളിയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഡ്രഗ് ട്രോളി മീൻസ് ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ഈ നേഴ്സസ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് ഈ ഡ്രഗ് ട്രോളി. മരുന്നും മെഡിസിൻസും ടാബ്ലറ്റ്സ് എല്ലാം നമുക്ക് കൊണ്ടുപോകാനും വരാനും ഒക്കെ നേഴ്സസ് യൂസ് ചെയ്യുന്നതാണ്. സോ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസൈൻ മാക്സിമം പോസിബിൾ, കൺസ്ട്രക്ട് എ നമ്പർ ഓഫ് പോസിബിൾ ഡിസൈൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഡിസൈൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ നിന്നൊരു ബെസ്റ്റ് ഡിസൈൻ റിഫൈൻ ചെയ്തെടുക്കണം. അതിന് ഈ ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് തിങ്കിങ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൽ നിന്നൊരു ബെസ്റ്റ് ഡിസൈൻ സെലക്ട് ചെയ്യാൻ. സോ എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഡിസൈൻ നമ്മൾ എന്തിൻ്റെയാണ് ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ ഡ്രഗ് ട്രോളിയാണ്. സോ അതിൻ്റെ അതൊരു ഡ്രഗ് ട്രോളി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ ഇമേജസ് വരിക. സോ അതല്ല അതിൻ്റെ, അതായത് മാക്സിമം നമ്പർ ഓഫ് ഡ്രഗ് ട്രോളീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഡിഫറെൻറ്റ് ഡ്രഗ് ട്രോളീസ്. ഓക്കെ, അപ്പോൾ ആ തിങ്കിങ്ങിനെ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ പല ഫോർമാറ്റിൽ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ പല രീതിയിലായിരിക്കും അതിൻ്റെ, ഒന്നിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അടുത്തതിന് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഈ ഡ്രഗ് ട്രോളീൻ്റെ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു സ്ട്രാറ്റജിയാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ദെൻ അതിൽ നിന്ന് നമ്മളൊരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈൻ സെലക്ട് ചെയ്യണം. അതിന് നമുക്ക് കൺവേർജൻറ്റ് തിങ്കിങ് യൂസ് ചെയ്യാം. അതിൽ നിന്ന് ഒരൊറ്റ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഈസ് ഓക്കെ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഡിസൈൻ എ ഡ്രഗ് ട്രോളി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. അതാണ് നമുക്ക് വേണ്ടത്. ഒരു മാക്സിമം നല്ലൊരു ഡ്രഗ് ട്രോളി ഡിസൈൻ ചെയ്യണം. ആൻഡ് ദ യൂസേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സ്റ്റാഫ് ലൈക്ക് നേഴ്സസ്. ഡൊമൈൻ മീൻസ് എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, ഏത് ലൊക്കേഷനൊക്കെ, അതിന് ഹോസ്പിറ്റൽസ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡ്രഗ് ട്രോളീസിന് വേണ്ട കുറച്ച് ഫങ്ഷനാലിറ്റീസ് ലിസ്റ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ഹാവ് വീൽസ് ആസ് വി നീഡ് ടു മൂവ് ഇറ്റ് ഫ്രം വൺ റൂം ടു അനദർ. And it should have racks to keep the medicines and should be lightweight with a sleek design so that it can be move easily. ഓക്കെ, ഇത്രയും ഒബ്ജക്റ്റീവ്സ്, അതായത് അതിന് വീൽസ് വേണം, നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റാണ്. ദെൻ മെഡിസിൻസ് കീപ്പ് ചെയ്യാൻ സെപ്പറേറ്റ് റാക്സ് വേണം. ദെൻ സ്ലീക്ക് ഡിസൈൻ ആയിരിക്കണം, അതായത് കുറച്ച് തിന്നായിരിക്കണം ഡിസൈൻ എന്ന് പറയുന്നത്, ഹെവി ഡിസൈൻ ആവരുത്. ഓക്കെ, ഇതാണ് നമ്മൾ മിനിമം വേണ്ട, അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റിന് വേണ്ട മിനിമം ക്വാളിറ്റീസ്, അതായത് മിനിമം ഫങ്ഷൻസ് വേണ്ടത്. ദെൻ എക്സൈറ്റിംഗ് ഫങ്ഷനാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേണമെങ്കിൽ അതിനൊരു എക്സ്ട്രാ നമുക്ക് എന്തെല്ലാം അതിന് വേണം എന്നുള്ളതാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ 2 സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ഹെഡിങ് ആയിട്ട് കൊടുക്കണമെന്നില്ല, നമുക്ക് അത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിന് വേണ്ട ഫങ്ഷനാലിറ്റീസ് മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്യാം. അതായത് ഇതിൽ മിനിമം മറ്റ് എക്സ്പെക്റ്റഡ് ഫങ്ഷനാലിറ്റീസ് വേണം. ദെൻ എക്സ്ട്രാ വേണമെങ്കിൽ നല്ല എന്താ പറയുക, എർഗണോമിക്, അതായത് കംഫർട്ടബിൾ ഡിസൈൻ ആക്കാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ പല കാര്യങ്ങളും അതിൽ കൊടുക്കാൻ പറ്റും. അപ്പം മാക്സിമം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കുമല്ലോ നമ്മൾ സെലക്ട് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സൈറ്റിംഗ് ഫങ്ഷനാലിറ്റീസ് സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്തുന്നേ ഉള്ളൂ. അത് മൊത്തത്തിൽ നമുക്ക് ഫങ്ഷനാലിറ്റീസ് ആക്കി എഴുതാൻ പറ്റും. സോ ഫസ്റ്റ്, ദ വീൽ ഷുഡ് ഹാവ് എ ലോക്ക് സെറ്റ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഫ്രം മൂവിങ് വെൻ നോട്ട് ഇൻ യൂസ്. അതായത് വീൽസിന് ലോക്ക് സിസ്റ്റം കൊടുക്കണം, അതായത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. സോ അതിന് ലോക്ക് സിസ്റ്റം ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യാത്ത സമയത്തും താനെ മൂവ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. സോ അതിന് ലോക്ക് കൊടുക്കുക. ഷുഡ് ഹാവ് റാക്സ് വിത്ത് ക്ലോസിങ് ഡോർസ് ഓർ ലിഡ്സ്, അതായത് മെഡിസിൻസ് ഒക്കെ ഓപ്പൺ ആയിട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ലിഡ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഡോറ് കൊടുക്കുക. ഷുഡ് ഹാവ് സെപ്പറേറ്റ് റാക്സ് ഫോർ കീപ്പിംഗ് ഡ്രഗ്സ് ഫോർ ഈച്ച് റൂം പേഷ്യൻസ്. ഓരോ റൂം പേഷ്യൻസിന് സെപ്പറേറ്റ് മെഡിസിൻ ആയിരിക്കും. സോ അതിന് ഓരോ റൂമിനും മെഡിസിൻസ് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കും ഡിസൈൻ.
ഷുഡ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ മെഡിസിൻ വേസ്റ്റ് ലൈക്ക് കോട്ടൺ സിറിഞ്ച്. ഓക്കെ, അതായത് യൂസിന് ശേഷം വേസ്റ്റ് കൂടെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഷുഡ് ഹാവ് ഓപ്പൺ ടേബിൾ ഓൺ ദ ടോപ്പ് ടു കീപ് കേസ് ഡയറീസ്. അതായത് ഓരോ പേഷ്യൻസിനും ഓരോ കേസ് ഡയറീസ് ഉണ്ടാവും. സോ അത് വെക്കാനൊരു ഇതുകൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ ഈ മാക്സിമം ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടെങ്കിൽ ബെറ്റർ ഡിസൈൻ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കേസ് സ്റ്റഡീസിൽ മാക്സിമം നമ്മൾ ഡയഗ്രാം ഹാൻഡ് സ്കെച്ചസ് വെച്ചിട്ടാണ് പറയാൻ പറഞ്ഞേക്കുന്നത്. സോ ഫിഗർ മാത്രം വരച്ചാൽ നമുക്ക് പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് റോളിൻ്റെ ഒരു 5-6 മോഡൽസ് ഡയഗ്രാംസ് പ്രിപ്പയർ ചെയ്യുക. ഓരോന്നും ഓരോ ഡിസൈനാണ്. സോ അതിൻ്റെ പ്രോസും കോൺസും എഴുതുക. അതായത് അഡ്വാൻറ്റേജസ്, അതിന് എന്തെല്ലാം പോസിറ്റീവ്സ് ഉണ്ട്, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതും എഴുതാം. അങ്ങനെ ആ മൊത്തം ഒരു 5-6 ഡിസൈൻസ് നമ്മൾ വരച്ചു അതിൻ്റെ പ്രോസും കോൺസും എഴുതിയതിന് ശേഷം അതിൽ നിന്നൊരു ബെറ്റർ ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഫസ്റ്റ് മോഡൽ. അതായത് നമ്മൾക്കിതിൽ റാക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 3 റാക്ക് കൊടുത്തിട്ടുണ്ട്, വീലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു കീപ് മെഡിസിൻസ് ആൻഡ് ബൗണ്ടറീസ് ആർ പ്രൊവൈഡഡ് ഇൻ ഓൾ 3 sides വിച്ച് പ്രിവെൻറ്റ്സ് മെഡിസിൻ ഫോളിങ് ഡൗൺ വൈൽ മൂവിങ്. ഓക്കെ, അതായത് ഓരോ ടേബിളിൻ്റെ മുകളിലും ചെറിയ ഒരു ഹൈറ്റിൽ ബൗണ്ടറി കൊടുത്തിട്ടുണ്ട്. സോ മെഡിസിൻസ് വീണ് പോകാത്തൊരു അതിനൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് സോർട്ട് ഔട്ട് മെഡിസിൻ ഫോർ ഈച്ച് റൂം. അതായത് സെപ്പറേറ്റ് റൂമിന് ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും മെഡിസിൻസ് വെക്കാൻ മാത്രമൊന്നുമില്ല, മൊത്തത്തിൽ വെച്ചിട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ആൻഡ് നോ ഡോസ് ഓർ റാക്ക് ആൻഡ് നോ ഓപ്പൺ ടേബിൾ. വെയിൽസ് ഹാവ് നോ ലോക്സ്. ഓക്കെ, അതിന് ലോക്കില്ല. സോ ഇതെല്ലാം അതിൻ്റെ നെഗറ്റീവ്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് നെക്സ്റ്റ് മോഡൽ ഈസ് ദിസ്. ഓക്കെ, ഇതിൻ്റെ പ്രോസ് എന്താണെന്നൊക്കെ വെച്ചാൽ സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, മെഡിസിൻസ് കീപ്പ് ചെയ്യാൻ സുഖമാണ്. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് സോർട്ട് ഔട്ട് മെഡിസിൻസ് ഫോർ ഈച്ച് റൂംസ്. അതായത് ഓരോ റൂമിനും സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. ദെൻ ഡോസ് കൊടുത്തിട്ടില്ല, ലോക്ക് കൊടുത്തിട്ടില്ല. വീൽസിന് ആസ് ദർ ഇസ് നോ ബൗണ്ടറി ദർ ഇസ് ചാൻസ് ഓഫ് ഫോളിങ് ഡൗൺ. ഓക്കെ, അതായത് ചെറിയ ബൗണ്ടറീസ് ആണ്, ബൗണ്ടറി കാണുന്ന തന്നെ ഇല്ല, അത്രയും ചെറുതാണ്. അപ്പോൾ ബൗണ്ടറീസ് ഇല്ല എന്ന് തന്നെ പറയാം. സോ മെഡിസിൻസൊക്കെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ പ്രോസസ് സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിന് ഡോസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഈസി ആയിട്ട് കീപ് മെഡിസിൻസ് ആസ് ബൗണ്ടറീസ് ലിഡ്സ് ആർ ദർ ഫോർ ഈച്ച്. ഓരോന്നിനും ഓരോ ലിഡ്സ് കൊടുത്തിട്ടുണ്ട്, ബൗണ്ടറീസും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മെഡിസിൻസ് വീണ് പോവില്ല. പക്ഷേ ഇതിന് ലോക്ക് വീലിന് കൊടുത്തിട്ടില്ല. ആൻഡ് ഡിഫിക്കൽട്ട് സോർട്ട് ഔട്ട് മെഡിസിൻ ഫോർ ഈച്ച് റൂം. അതായത് ഓരോ റൂമിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ വെക്കാനേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മോഡൽ 4. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, നമുക്ക് പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കുന്നത് ഓൾമോസ്റ്റ് കൺസ്ട്രക്ഷൻ. ദെൻ ഈസി ടു കീപ് മെഡിസിൻ ആസ് ഡ്രോയേഴ്സ് ആർ യൂസ്ഡ്. ഓക്കെ, ഡ്രോയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മെഡിസിൻസ് എടുക്കാൻ പറ്റും. ആൻഡ് ഓപ്പൺ ടേബിൾ ഇസ് ഓൾസോ പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് ടു കീപ് ദ ഡയറി പേഷ്യൻസ്. ഓക്കെ, ഡയറി വെക്കാൻ വേണ്ടിയിട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വീൽസ് ഹാവ് ലോക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് സോർട്ട് ഔട്ട് മെഡിസിൻ ഫോർ ഈച്ച് റൂം, നോ ഓപ്ഷൻ ഫോർ ഡിസ്പോസിങ് ക്ലിനിക്കൽ വേസ്റ്റ്. ഓക്കെ, ഇതിന് സോർട്ട് ഔട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഓരോ റൂമിനായിട്ടുള്ള മെഡിസിൻസ്, ബിക്കോസ് അത്രയും റൂംസ് ഉണ്ടാവും ഒരു ഹോസ്പിറ്റലിൽ. സോ അത് വെക്കാൻ വേണ്ടി മാത്രം റാക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും പ്രൊവിഷൻ ഇല്ല. ദെൻ നെക്സ്റ്റ് ഇതെന്ന് വെച്ചാൽ 5ാമത്തെ മോഡലാണ്. സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു കീപ് മെഡിസിൻസ് ആസ് ദ ഡ്രോയേഴ്സ് ആർ യൂസ്ഡ്. ഡ്രോയേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തത്, അപ്പോൾ മെഡിസിൻസ് കീപ്പ് ചെയ്യാൻ സുഖമാണ്. ഓപ്പൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്, കേസ് ഡയറി വെക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹാവ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ് റാക്സ് ടു കീപ് ഡ്രഗ്സ് അക്കോർഡിംഗ്ലി. ഓക്കെ, ഓപ്പൺ ആയിട്ടും റാക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റുള്ള മെഡിസിൻസിൻ്റെ ബോട്ടിലൊക്കെയാണ് താഴെ വയ്ക്കാം, ചെറുതാണെങ്കിൽ ഉള്ളിൽ വയ്ക്കാം. ഓക്കെ, ഇതിന് നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് സോർട്ട് ഔട്ട് മെഡിസിൻ ഫോർ ഈച്ച് റൂം. ഓക്കെ, ഇതിലും ഒരു 6 റാക്ക് കൊടുത്തിട്ടുള്ളൂ. സോ ഓരോ റൂമിനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓപ്ഷൻ ഫോർ ഡിസ്പോസിങ് ക്ലിനിക്കൽ വേസ്റ്റ് ഡിസ്പോസിന് പ്രൊവിഷൻ ഇല്ല. നോ ലോക്ക് ഫോർ വീൽസ്. ഓക്കെ, ദെൻ ദിസ് ഇസ് മോഡൽ 6. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറേ ബോക്സസ് പോലെ റാക്ക് കൊടുത്തിട്ടുണ്ട്. സോ സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് and easy to keep medicine as sort out medical for each patient as different partitions are provided for each room. Okay, ഓരോ മെഡിസിന് ഡിഫറെൻറ്റ് പാർട്ടീഷൻ ഉണ്ട്. സോ ഓരോ റൂമിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഹാവ് ബോത്ത് ആൻഡ് ക്ലോസ്ഡ് റാക്ക് ടു കീപ് ഡ്രഗ്സ് അക്കോർഡിംഗ്ലി. ഓക്കെ, ക്ലോസ്ഡും ഓപ്ഷൻ ഉണ്ട്, അതായത് ഈ ഓരോ റാക്ക് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, പിന്നെ ഓപ്പൺ ആയിട്ടും കൊടുക്കാം. സോ 2 പ്രൊവിഷനാണ്. നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ നോ ഓപ്പൺ ടേബിൾ ഇസ് ദെയർഫോർ ഓൺ ദ ടോപ്പ് ടു കീപ് കേസ് ഡയറിക്ക് മാത്രം ഒരു പ്രൊവിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ വേസ്റ്റിന് ഡിസ്പോസ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല, അതിന് ലോക്കില്ല.
ദെൻ ദിസ് ഇസ് ലാസ്റ്റ് മോഡൽ. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവ്സ്, ഓക്കെ ഇതിൻ്റെ പ്രോസ് എന്താ, സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ഇത് ഈ ഫിഗർ തന്നെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. മുകളിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ റാക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ മെഡിസിൻസ് നമുക്ക് ഓരോ റൂമിനും സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഹാവ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് റാക്സ്. ഓക്കെ, ക്ലോസ് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാനും കൂടെ പറ്റുന്ന രീതിയിലുള്ള റാക്ക് കൊടുത്തിട്ടുള്ളത്. ഹാവ് ഫെസിലിറ്റി. ഓക്കെ, ദിസ് ഇസ് വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റീസ്. ആൻഡ് ഹാവ് ഓപ്പൺ ടേബിൾ ആസ് ദർ ഈസ് ഓൺ ദ ടോപ്പ്. ഓക്കെ, ഹാവ് ലോക്സ് ഫോർ വീൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇതുവരെ പറഞ്ഞതിൽ നിന്നെല്ലാം എന്താണ് എല്ലാത്തിൻ്റെയും നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നോ അതെല്ലാം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു ബെറ്റർ ഡിസൈനായിട്ട് നമ്മളെ ലാസ്റ്റ് ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ഈ ഡിസൈൻ സെലക്ട് ചെയ്തു എന്നുള്ളതും നിങ്ങളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് പോലെ ജസ്റ്റ് ഒന്ന് പറയണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മളിതുവരെ വരച്ചിട്ടുള്ള എല്ലാ മോഡൽസിനും ചെറിയ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. സോ ആ കോൺസ് എല്ലാം, അതായത് ആ നെഗറ്റീവ്സ് എല്ലാം നമ്മളിതിൽ സോൾവ് ചെയ്യാൻ നോക്കി. അങ്ങനെ നമുക്ക് ഒരു 7 ഡിസൈൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ഡൈവേർജൻറ്റ് തിങ്കിങ് വെച്ചാണ് നമ്മൾ 7 ഡിസൈൻസ് പ്രിപ്പയർ ചെയ്തത്. പല രീതിയിൽ ചിന്തിച്ചിട്ട് പല ഡയറക്ഷനിൽ ചിന്തിച്ച് നമുക്ക് 7 ഡിസൈൻ പ്രിപ്പയർ ചെയ്തു. ദെൻ അതിലെ ബെറ്റർ ഡിസൈൻ നമ്മൾ കൺവേർജൻറ്റ് തിങ്കിങ് വഴി, അതായത് ഏറ്റവും നല്ല ഡിസൈൻസ്, നെഗറ്റീവ്സ്, ലിമിറ്റേഷൻസ് ഒട്ടും ഇല്ലാത്തൊരു ടൈപ്പ് ഡിസൈനായിട്ട് നമ്മളിതിനെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു സിമ്പിൾ ഡിസൈൻ നമ്മൾ ബെറ്റർ ഡിസൈൻ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ചൂസിങ് ദ ബെസ്റ്റ് ഡിസൈൻ. ദ മോഡൽ 7 ക്യാൻ ബി ചൂസൺ ആസ് ദ ബെസ്റ്റ് ഡിസൈൻ ആസ് ഇറ്റ് ഇൻകോപ്പറേറ്റ് ഓൾ ദി എക്സ്പെക്റ്റഡ് ഫംഗ്ഷനാലിറ്റീസ് ആസ് വെൽ ആസ് എക്സൈറ്റിംഗ് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് എ ഡ്രഗ് ട്രോളി. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റഡ് ഫംഗ്ഷനാലിറ്റി, മിനിമം വേണ്ട ഫംഗ്ഷനാലിറ്റീസും നല്ല എക്സ്ട്രാ എന്തെങ്കിലും പ്രൊവിഷൻസ് എക്സ്ട്രാ നമ്മൾ വേണ്ടത് എന്നുള്ള രീതിയിൽ കുറച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാ ഫംഗ്ഷനാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ, അതായത് എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ 7th ഡിസൈൻ. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ഡിസൈനായിട്ട് സെലക്ട് ചെയ്യാം. By using convergent thinking, the best possible solution ഫ്രം ദിസ് മോഡൽസ് ക്യാൻ ബി സെലക്റ്റഡ്. ഓക്കെ, അതായത് കൺവേർജൻറ്റ് തിങ്കിങ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തത്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് തിങ്കിങ് ആണ്. ഡൈവേർജൻറ്റ് തിങ്കിങ് വെച്ച് നമ്മൾ മാക്സിമം ഡിസൈൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ കൺവേർജൻറ്റ് തിങ്കിങ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ബെറ്റർ ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. 7th മോഡൽ സിമ്പിൾ. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അത് സിമ്പിളാണ്. പിന്നെ അതിന് എല്ലാത്തിനുമുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഡ്രഗ്സ് സെപ്പറേറ്റ് വെക്കാനുള്ള കൊടുത്തിട്ടുണ്ട്, അതിന് ലിഡ്സ് ഉണ്ട്, ഓപ്പൺ ആയിട്ട് വെക്കാൻ അതിനൊരു പ്രൊവിഷൻ ഉണ്ട്. So from this models we can converge the best solution be 7th model. Okay, that's okay. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡൈവേർജൻറ്റ് തിങ്കിങ് വെച്ചിട്ടൊരു ബെറ്റർ ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്. ഇത് ഡിസൈൻ പ്രോസസ്സ് അല്ല, നമ്മൾ കുറേ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ബെറ്റർ ഡിസൈൻ, അതിന് നമ്മൾ ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊരു ബെറ്റർ ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് എ സെക്കൻഡ് കേസ് സ്റ്റഡി ഓഫ് സെക്കൻഡ് മോഡ്യൂൾ. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ കേസ് സ്റ്റഡി അവസാനിച്ചു.